ഈ ഗർഭചിത്രമെന്ന് പറയുന്നത് തന്നെ, ഗർഭമെന്ന് പറയുന്നത് തന്നെ രാഹുലിനെ പേടിപ്പിക്കാൻ വന്നതാണോ, അത് അയാളുടേതാണോ? ഇതൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയുന്നത്. DNA ടെസ്റ്റൊക്കെ നടത്തേണ്ടതായിരുന്നു, അതൊന്നും നടന്നിട്ടില്ല. പിന്നെ ഈ എവിടെ ഇത്രയും ഷോർട്സ്, ഇത്രയും ശബ്ദരേഖ, ഇത്രയും പിന്നെ വാട്സാപ്പ് മെസ്സേജുകളെല്ലാം താൻ പ്രത്യേകമായി വേറൊരു മൊബൈലിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നു എന്ന് പറയുമ്പോൾ അതിൽ തിരിച്ച് ചതിച്ചതിൻ്റെ ഒരു ഘടകം കൂടെ ഉണ്ടോ എന്നുള്ളതും കോടതി പരിശോധിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ രാഹുലിൻ്റെ വക്കീലും ഇതൊക്കെ വെളിപ്പെടുത്തും. ഇതെല്ലാം കൂടെ നോക്കിയായിരിക്കും ഒരു മുൻകൂർ ജാമ്യത്തിൻ്റെ സാധ്യത. അപ്പോൾ മുൻകൂർ ജാമ്യം കിട്ടിയില്ലെങ്കിൽ ഇലക്ഷൻ വരെയെങ്കിലും മുങ്ങുക എന്നുള്ളതായിരിക്കും കോൺഗ്രസോ അല്ലെങ്കിൽ രാഹുലോ എടുക്കാനുള്ള തന്ത്രം. ഇലക്ഷൻ കഴിഞ്ഞിട്ട് പൊങ്ങുക. പക്ഷേ പിടികൂടണമെന്നുള്ള CPM-ന്റെ നയം. അതെ, CPM-ന്റെ ഉദ്ദേശം എത്രയും പെട്ടെന്ന് പിടികൂടുക. പിടികൂടിയാൽ ഉണ്ടാകുന്ന ഒരു വാർത്ത, ഒരു ഹൈപ്പ്. കാരണം 10 ദിവസം ഇതങ്ങ് പോകും. അതെ, അല്ല ഇത് തെരഞ്ഞെടുപ്പിന് ഇനി കൃത്യമായി നോക്കുകയാണ്, ആദ്യഘട്ടത്തിൽ 10 ദിവസമേ ഉള്ളൂ. ഇനി 10 ദിവസമേ ഉള്ളൂ. അതിനകത്ത് ഒരുപാട് വിഷയങ്ങൾ വരാൻ പോവാണ്. ഇപ്പോൾ തന്ത്രിയുടെയുമായി ബന്ധപ്പെട്ട് 2 ദിവസം പോയി. ഇനി തന്ത്രിയുടെ അറസ്റ്റ് ഉണ്ടാവും. അറസ്റ്റ് ഉണ്ടായാൽ അതിനെ ബന്ധപ്പെട്ട് കുറച്ച് ദിവസം പോകും. അതിനിടയ്ക്ക് രാഹുൽ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.